ശ്രീലക്ഷ്മി സതീഷിനെ ഓർമ്മയില്ലേ? അതെ, ആ ശ്രീലക്ഷ്മി തന്നെ. ഇൻസ്റ്റഗ്രാം റീലിലൂടെ വൈറലായ ആ മലയാളി മോഡൽ. ആഘോഷ് വൈഷ്ണവ് എന്ന ഛായാഗ്രാഹകനാണ് ഇൻസ്റ്റഗ്രാമിൽ സാരി ഉടുത്തുള്ള ശ്രീലക്ഷ്മിയുടെ റീൽസ് പോസ്റ്റ് ചെയ്തത്. ഇത് സംവിധായകൻ രാം ഗോപാൽ വർമ്മയുടെ ശ്രദ്ധയിൽപ്പെടുകയും ശ്രീലക്ഷ്മിയെ നായികയായി അഭിനയിക്കാൻ ക്ഷണിക്കുകയും ചെയ്തു. എന്തായാലും സാരി എന്ന് തന്നെയാണ് ചിത്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. ആഘോഷ് സംവിധാനം ചെയ്യുന്ന ചിത്രം കുറച്ചു മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ തൻ്റെ പേര് ആരാധ്യ ദേവി എന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് ശ്രീലക്ഷ്മി. ഇപ്പോഴിതാ ശ്രീലക്ഷ്മിയുടെ പുതിയ ഗ്ലാമറസ് ഫോട്ടോഷൂട്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. സെക്രട്ടറി എന്ന പുതിയ ചിത്രത്തിനായി രാം ഗോപാൽ വർമ്മയുടെ പേഴ്സണൽ ഫോട്ടോഗ്രാഫർ യശ്വന്ത് ഗൗഡാണ് ഈ ചിത്രങ്ങൾ പകർത്തിയത്. ശ്രീലക്ഷ്മിയുടെ ഗ്ലാമർ ട്രാൻസ്ഫോർമേഷൻ കണ്ട് താൻ അത്ഭുതപ്പെട്ടു പോയെന്നാണ് രാം ഗോപാൽ വർമ്മ എക്സിൽ കുറിച്ചിട്ടുള്ളത്. യശ്വന്ത്, നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയിൽ ആരാധ്യ ദേവിയുടെ മാറ്റം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഇൻസ്റ്റാ റീലിലൂടെ RGV ടീം കണ്ടെത്തിയ മലയാളി പെൺകുട്ടിയായ ആരാധ്യ ദേവിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നത്. ഞങ്ങൾക്കൊപ്പം സാരി എന്ന ചിത്രത്തിലും ആരാധ്യ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ആ സിനിമയുടെ പ്രൊഡക്ഷൻ പുരോഗമിക്കുകയാണ് എന്നാണ് രാം ഗോപാൽ വർമ്മ ആരാധ്യയുടെ ചിത്രത്തിനൊപ്പം എക്സിൽ കുറിച്ചത്. അതീവ ഗ്ലാമറസ് ആയിട്ടാണ് താരം വീഡിയോയിലൊക്കെ ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. വീഡിയോ വൈറലായതോടെ നിരവധി പേരാണ് വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചിനെ കൊണ്ട് അയാൾ കാണിക്കുന്നത്? ഇത് നല്ലതിനാണെന്ന് തോന്നുന്നില്ല. ആ കൊച്ചിനിത് മനസ്സിലാവാഞ്ഞിട്ടാണോ എന്നൊക്കെയാണ് ഒരാളുടെ കമൻറ്റ്. നല്ലൊരു കുട്ടിയായിരുന്നു, പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു എന്നാണ് മറ്റൊരു ആരാധകൻ കുറിച്ചിരിക്കുന്നത്. മുൻപും ആരാധ്യയുടെ ഗ്ലാമർ ചിത്രങ്ങളും വീഡിയോകളും നിരന്തരം പോസ്റ്റ് ചെയ്യുന്ന RGVക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം ഉയർന്നിരുന്നു. അതേസമയം ലോക സാരി ദിനത്തോടനുബന്ധിച്ചാണ് സാരി എന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ സംവിധായകൻ പുറത്തുവിട്ടിട്ടുള്ളതും. വാട്ടറിംഗ് ദ ഡാൻസ് എന്ന അടക്കുറിപ്പോടെ യൂട്യൂബ് ചാനലിലൂടെ ഇങ്ങനെ ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട്.